കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുമെന്ന് അമേരിക്ക. അമേരിക്കയ്ക്ക് ആര് സുരക്ഷയൊരുക്കുമെന്ന് ഇറാൻ്റെ മറുചോദ്യം വന്നിരിക്കുകയാണ്. ഇതിനാസ്പദമായിരിക്കുന്ന സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അപ്പോൾ ഏത് ഭാഗത്ത് ഏതൊരു വിഷയം വന്നാലും അത് മുഴുവനും വലിയ തരത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യമൻ്റെയും സോമാലിയുടെയും കടൽ അതിർത്തിയിൽ നിന്ന് 2 കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം റാഞ്ചിയത്. വലിയ തരത്തിൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് അത് മാറിയിരുന്നു. ഒന്ന് യമൻ്റെ തീരത്ത്, രണ്ടാമത് സോമാലിയ തീരത്ത് ചരക്ക് കപ്പലാണ് റാഞ്ചപ്പെട്ടത്. 20 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 16 പേർ ഇന്ത്യക്കാരായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സിറിയ, ഇറാഖ്, സുഡാൻ പൗരന്മാരാണ് മറ്റുള്ളവർ എന്നും പറയുന്നു. ഒരു പൗരനെ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാതായ പൗരനെ പിന്നെ കണ്ടെത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവനക്കാരെല്ലാം സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ കപ്പലിലുള്ള ഈ പെട്രോളിയം അടക്കമുള്ള വസ്തുക്കളും എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. 8 പേർ അടങ്ങുന്ന കടൽ കൊള്ളക്കാരാണ് ആദ്യം തന്നെ കപ്പൽ ഈ റാഞ്ചിയത് എന്നാണ് പറയുന്നത്. തുർക്കിയിലേക്ക് പോകുന്ന കപ്പലിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. എന്നുവെച്ചാൽ ആയുധം വഹിച്ചുള്ള തുർക്കിയിലേക്ക് പോകുന്ന ഒരു കപ്പലാണ് റാഞ്ചപ്പെട്ടത്. അത് വല്ലാത്ത രീതിയിൽ ഭയം ഉണ്ടാക്കുന്നത്. അത് ഇവരുടെ കൈവശത്തിൽ, സോമാലിയ കൊള്ളക്കാരുടെ കൈവശത്തിലൊക്കെയാണ് കിട്ടുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ട് നൽകുന്ന ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത്യാധുനികമായിരിക്കുന്ന, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ശക്തിയുള്ള, നിലവിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആയുധങ്ങളായിരിക്കും ഒരു രാജ്യത്തിന് നൽകുക. അപ്പോൾ അങ്ങനത്തെ ഈ ആയുധങ്ങളെല്ലാം കൊള്ളക്കാരുടെ കൈവശത്തിലോ ഭീകരവാദിയുടെ കൈവശത്തിലോ കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ പ്രയാസം പിന്നീട് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സിബു 1 അതാണ് ഒരു കപ്പലിൻ്റെ പേര്. യമൻ തീരത്ത് നിന്ന് 30 നോട്ടിക്കൽ അകലെ ഗൾഫ് ഓഫ് ഏദനിൽ വെച്ചാണ് 6 ആയുധധാരികൾ കപ്പലിൽ കയറി നിയന്ത്രണം ഏറ്റെടുത്തത്. അത് ഇന്ത്യയുടെ കപ്പലാണ് എന്നാണ് അതിൻ്റെ റിപ്പോർട്ടിൽ കാണുന്നത്. രണ്ടാമത്തെ കപ്പൽ എന്ന് പറയുന്നത് MV ലുട്ടുഫ് എന്ന് പറയുന്നതാണ്. അത് സോമാലിയയിലെ പുന്റ്ലാൻഡ് തീരത്ത് വെച്ച് 8 ആയുധധാരികളാണ് കപ്പലിൽ കയറിയിട്ട് 10 ജീവനക്കാരെയും 6 ഇതിനെ സഹായിക്കുന്നവരെയും പിടികൂടപ്പെട്ടത് എന്ന് പറയുന്നു. ഇതിൽ 6 പേര് ഇന്ത്യക്കാരാണ് എന്നാണ് പറയുന്നത്. 10 ജീവനക്കാരിൽ 6 പേര് ഇന്ത്യക്കാരാണ് എന്നുള്ളത്. കാമറൂൺ പതാകയുള്ള ഈ കപ്പൽ, ഈ ഷിപ്പ് മൊഗാദിഷുവിലെ തുർക്കിഷ് സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് ആയുധങ്ങളുമായി പോവുകയായിരുന്നു എന്ന് പറയുന്നു. ഈ കാർഗോ ഷിപ്പാണ്. അത് ജനറൽ കാർഗോ ഷിപ്പ് എന്നും പറയുന്നു. അപ്പോൾ ആയുധങ്ങളുമായിട്ട് ആയുധങ്ങളായിട്ട് പോകുന്ന സമയത്ത് ഉള്ള പ്രശ്നം ഇതാണ്. ഇത് ഇവിടെ കടൽ കൊള്ളക്കാരുടെ കൈവശത്തിൽ കിട്ടാനുള്ള വിഷയം, സോമാലിയ ഈ ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെങ്കടലിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോമാലിയ ചെങ്കടലും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ചെങ്കടൽ, ബാബുൽ മന്ദബ്, ഏദൻ ഉൾക്കടൽ, പിന്നീട് സോമാലിയയിലുള്ളവർ ഏദൻ ഉൾക്കടലിലൂടെ ബാബുൽ മന്ദബ് കഴിഞ്ഞിട്ട് വേണം ചെങ്കടലിലേക്ക് വരാൻ. അതൊക്കെ ഷോർട്ട് വേ ഉണ്ട് എന്നൊക്കെ പറയുന്നു. കള്ളന്മാർക്ക് എപ്പോഴും ഷോർട്ട് വേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് കടലിലെ പേടി എന്ന് പറയാൻ കടലുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. കടലുമായിട്ട് തന്നെ കളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഷോർട്ട് വേ ഉണ്ട്. ആ ഷോർട്ട് വേയിലൂടെയാണ് ഈ സോമാലിയുടെ കടൽ കൊള്ളക്കാർ പല ഘട്ടങ്ങളിലും ചെങ്കടലിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ മറ്റ് രാജ്യത്തിൻ്റെ കപ്പലൊക്കെ അടിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തികൾ ചെയ്യാറുള്ളത് ഇങ്ങനെയൊക്കെയാണ്. ഷോർട്ട് വേ ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും. അമേരിക്ക അത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുൻപ് അങ്ങനെ ഒരു വിഷയമൊക്കെ പറഞ്ഞിരുന്നു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ചെങ്കടലിലൂടെ മുമ്പ് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അവർക്ക് അവരെ കപ്പലിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിരന്തരം ഹൂത്തികൾ ഇങ്ങനെ അക്രമം അയച്ചു കൊണ്ടേയിരിക്കും. അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ബ്രിട്ടൻ്റെ സഹായം തേടി അമേരിക്ക. ബ്രിട്ടൻ ഒരു കപ്പലുമായിട്ട് വന്നു. ബ്രിട്ടന് ഈ പ്രവൃത്തി തുടങ്ങി. ബ്രിട്ടന് നേരെയും ഹൂത്തികൾ അക്രമം നടത്തി. ബ്രിട്ടൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായ സമയത്ത് അമേരിക്കയോട് പോലും പറയാതെ തടിയെടുത്തു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. പിന്നെ അമേരിക്ക ഒറ്റപ്പെട്ട ശേഷം പിന്നീട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് പ്രശ്നങ്ങൾ തീർത്തത്. ഈ കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കടൽ കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം നൽകുക. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ 2 കടലിടുക്കിലൂടെയും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി ബാബുൽ മന്ദബാണെങ്കിൽ അത്, ഹോർമുസ് കടലാണെങ്കിൽ അത്, ഈ മേഖലയുടെ കപ്പൽ സഞ്ചാരം നടക്കണം. കപ്പൽ സഞ്ചാരം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്ക യുദ്ധത്തെ ജയിച്ചു. കാരണം അമേരിക്കയുടെ കാരണത്താലാണ് ഹോർമുസിൽ കപ്പൽ തടയപ്പെട്ടത്.
അതുവരെ സ്വതന്ത്രമായിരിക്കുന്ന സഞ്ചാരപാതയായിട്ട് യാതൊരു വിഷയമില്ലാതെ കപ്പലുകൾ കടന്നു പോയിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഹോർമുസ് എന്ന് പറയുന്നത്. പ്രശ്നമുണ്ടായ സമയത്ത് എന്ത് ചെയ്തു? ഇറാൻ ഹോർമുസ് അടച്ചു. ഹോർമുസ് അടക്കാനുള്ള കാരണം എന്താണ്? അത് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടെ അമേരിക്ക അതിൽ ലോക്കായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരൊറ്റ കാരണത്താലാണ് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് അറേബ്യൻ രാജ്യങ്ങൾ അത് ട്രംപിനോട് തുറന്ന് പറയുകയും ചെയ്തു. നിങ്ങളെ സഹായിച്ചതിന്, നിങ്ങളുമായിട്ട് നല്ല സമീപനം ഉണ്ടാക്കിയതിന് ഞങ്ങളുടെ സാമ്പത്തിക തകർച്ച ഓരോരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. മലിനമാക്കപ്പെട്ട വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾ കാരണത്താൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റിനോട്. അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലായ സമയത്ത് പറയുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. അതുകൊണ്ട് ഓരോ രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഈ മേഖലയിൽ സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക, നമുക്കറിയാം, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൻ്റെയും ഈ സൗദി അറേബ്യയുടെയും കപ്പൽ നിർബന്ധിച്ചു കൊണ്ടാണ് അമേരിക്ക അതിലൂടെ കടക്കാൻ വേണ്ടി പറഞ്ഞത്. അതിന് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അതൊരു ഭീഷണി സ്വരത്തിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ല കാരണവശാലോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കാതെ ഈ മേഖലയിലൂടെ കപ്പൽ സഞ്ചാരം നടത്താൻ നിങ്ങൾ കപ്പൽ അയക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രതിരോധം ഉണ്ടാക്കുന്ന ആ പ്രതിരോധം ഞങ്ങൾ എടുത്തു കളയും, ഞങ്ങൾ പ്രതിരോധിക്കില്ല. അപ്പോൾ പിന്നെ ലക്ഷ്യം കണ്ടുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? ഇറാന് സാധിക്കും. അപ്പോൾ മറുപടി അറേബ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ പറയണം, അവരാക്രമിക്കുന്നത് നിങ്ങളുടെ സൈനിക ബേസാണ്, നിങ്ങൾ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സൈനിക ബേസാണ് തകരുന്നത്, സൈനികരുമാണ് തകരുന്നത്, ഞങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവർ പേടിച്ചു പോയി. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വലിയ സുരക്ഷാ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് ഖത്തറും സൗദി അറേബ്യയും തീരുമാനിച്ചത്. മധ്യഭാഗം പോലും എത്തുന്നതിന് മുമ്പ് മിസൈൽ വന്ന് ഒരു കൂട്ടം മിസൈലിനെ തൊടുത്ത് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ആക്രമണം തന്നെയാണ് നടന്നത്. ഒരു കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറയുന്നു. സൗദി ഒരു കപ്പലിന് വലിയ കേടുപാട് സംഭവിച്ചു. അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ അമേരിക്ക എടുക്കുന്ന ട്രിക്ക് എന്താണ്, തന്ത്രം എന്താണ്? ഈ മേഖലയുടെ സഞ്ചാരം നടത്തണം, അത് എൻ്റെ കാരണത്താൽ ഉണ്ടായതാണെന്ന് ലോകത്തിനോട് പറയണം. അതിന് ഇറാനോട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു ബദൽ സംവിധാനം. ഇപ്പോൾ ഇവിടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയപരമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെ ഉണ്ടാക്കിയ നാടകമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. നമ്മളങ്ങനെ മുഴുവനുമായിട്ട് ട്രംപിനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചതിയനാണ്, എന്തൊക്കെയോ പണി ഒപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ വലിയ വിഷയമാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അമേരിക്ക എന്ത് ചെയ്യും? കപ്പലിനെ അയക്കും. കപ്പൽ അയക്കുന്ന സമയത്ത് ഈ കപ്പലുകളെ ഈ കടൽ കൊള്ളക്കാരുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുത്താനും ലക്ഷ്യത്തിലെത്തിക്കാനും വേണ്ടി സാധിക്കുകയും ചെയ്യും. അങ്ങനെ സാധ്യമാകുന്ന സമയത്ത് അഭിമാനത്തോടു കൂടി അമേരിക്കക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഞങ്ങളാണ് സഹായിച്ചത്, ഞങ്ങളെ രക്ഷിച്ച്, ഞങ്ങൾ ഇനിയും രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നൊരു പ്രസ്താവന ഒരുപക്ഷെ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് വിഷയങ്ങളും പ്രശ്നങ്ങളും എന്നുള്ളത്. അപ്പോൾ ചെങ്കടലിലൂടെ ഏത് കപ്പൽ പോവുകയാണെങ്കിലും സംരക്ഷണ നൽകുക. ഇപ്പോൾ 40ഓളം സൗദി കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട്. അതിൽ 1-2 കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 20 കപ്പൽ തിരിച്ചു വിട്ടിട്ടുണ്ട്. 10-15 കപ്പൽ തിരിഞ്ഞു പോന്നിട്ടുണ്ട്. 3-4 കപ്പലിന് വലിയ രീതിയിലോ ചെറിയ തരത്തിലോ ആക്രമണത്തിന് ഇരയാകേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും സംഭവം പറയുന്ന സമയത്ത് അങ്ങനെ ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഈ മേഖലയും കൂടി ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി കൂടി ഉണ്ടാകുന്ന സമയത്ത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിൻ്റെ ഇരട്ടിയായിട്ടാണ് വരിക. അതിൻ്റെ പൈ കേൾക്കേണ്ടത് ട്രംപാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ യുദ്ധം ഉണ്ടാക്കിയത് ട്രംപാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിലും ഒരുപക്ഷെ ട്രംപ് വിചാരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് നിങ്ങളെന്തോ ചെയ്തോളൂ എന്ന് പറയേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അവർക്ക് ജയിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവം കൊണ്ട് 1979 പടുത്തുയർത്തപ്പെട്ട ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്നു പോകും. അവിടെ പിന്നീട് പടിഞ്ഞാറൻ സംസ്കാരം ഉദയം ചെയ്യും. പടിഞ്ഞാറൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പഹ്ലവി രാജവംശം എന്ന് പറഞ്ഞാൽ അവർ പടിഞ്ഞാറൻ രീതിയെ ഫോളോ ചെയ്യുന്നവരാണ്. ആ രീതിയിലേക്കുള്ള ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഇറാൻ്റെ രാജ്യത്ത് വരുമെന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ കണക്കുകൂട്ടുന്നു, ഇറാനും കണക്കുകൂട്ടും. രണ്ടു കൂട്ടരും കണക്കുകൂട്ടുന്നത് ഏറെക്കുറെ തത്തുല്യമായ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ
അമേരിക്ക ചിന്തിക്കുന്നത് ഇറാനെ എന്ത് ചെയ്യണം, വകവരുത്തണം. അതൊട്ട് നടക്കുന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, പരമാവധി സർവ്വ മേഖലയിലൂടെയും സ്വതന്ത്ര പാതയായിട്ട് പ്രഖ്യാപിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കൊടുക്കുക. ഒരു ഗുണ്ട ആക്ട് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗുണ്ടകൾ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്, ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. പക്ഷേ അതും വിജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്.